അവകാശം വിനിയോഗിച്ചിരുന്നില്ലെങ്കിൽ വേറെ തലത്തിൽ പറയുമായിരുന്നു. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അല്ല, സ്വാഭാവികമായിട്ടും എനിക്ക് വോട്ട് ചെയ്യാം. എന്നെ വോട്ട് ചെയ്യുന്നതിൽ ആർക്കും തടയാനൊന്നും പറ്റില്ല. അതൊക്കെ വെറുതെ ഉള്ള വ്യാമോഹങ്ങളാണ്. പക്ഷേ ആ തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ട് ഈ നല്ല രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ആ തരത്തിൽ അതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതൊരു വാർത്തയാക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അങ്ങനെയല്ല, അങ്ങനെ ഒന്നുമില്ല. പാർട്ടിയുടെ സംവിധാനമായിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കും. ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. ഇത് സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതാരായാലും അങ്ങനെയാണ്. അതെനിക്കറിയില്ല. ഞാനല്ലോ ഇരട്ട വോട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ല, അവർ വോട്ട് ചെയ്തോ വോട്ട് ചെയ്തില്ല എന്നൊക്കെ അന്വേഷിക്കേണ്ടത് ഞാനല്ലോ. അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിക്കും. UDFന്നല്ല, UDFന് ജില്ലാ പ്രസിഡന്റ് അല്ല. BJPയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് തടയാൻ സാധിക്കില്ല. പിന്നല്ലേ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തടയുന്നത്? അയ്യോ, VK ശ്രീകണ്ഠന് ഇന്നൊന്നിലും കാണാൻ തുടങ്ങിയതല്ല. ഞാൻ എത്രയോ കാലമായി കാണാൻ തുടങ്ങിയത്. VK ശ്രീകണ്ഠന് BJPയുടെ, ഞാൻ പറഞ്ഞ ഒരു ബൂത്ത് പ്രസിഡന്റ് തടയാൻ സാധിക്കില്ല. പിന്നെയാണോ ഒരു ജില്ലാ പ്രസിഡന്റ്, ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന്? അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യാമോഹമായിരിക്കും. അദ്ദേഹത്തിന്റെ ഒപ്പം കൂടി നിൽക്കുന്ന 4 പേര് സിന്ദാബാദ് വിളിക്കുന്നത് കണ്ടിട്ട് BJPയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് തടയാൻ സാധിക്കില്ല. പിന്നെയല്ലേ ഒരു ജില്ലാ പ്രസിഡന്റിന്? ഒരിക്കലും സാധിക്കില്ല. പോലീസിന്റെ സഹായത്തോടെ അവിടെ എത്തിക്കാൻ ശ്രമിച്ചു. UDF പ്രവർത്തകർ ഇടപെട്ടത് കൊണ്ട് അത് നടന്നില്ല. അത് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പോയി വോട്ട് ചെയ്യുമായിരുന്നു. എനിക്കതിനുള്ള റൈറ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അല്ല, ഒരു വിവാദങ്ങളെക്കാൾ വോട്ടും തമ്മിൽ തൂക്കി നോക്കുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. ഓക്കെ ശരി. പോളിംഗ് പെർസെൻറ്റേജ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ രാവിലെ മുതൽ പഞ്ചായത്തുകളിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പോളിംഗ് മെഷീൻ സ്ലോ ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പല ബൂത്തുകളിലും, ഞാൻ യാത്ര ചെയ്ത പല ബൂത്തുകളിലും. അപ്പോൾ അതിൽ അറിയിച്ച സമയത്ത് ചില ടെക്നിക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ആളുകളെയൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ ഇപ്പോഴും ഉണ്ട്. BJP 180 ബൂത്തുകളിലും ആഗ്രഹിച്ചിട്ടുണ്ട്. ആഗ്രഹിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട്. ഓക്കെ ശരി. BJP ജില്ലാ അധ്യക്ഷൻ MK ഹരിദാസ് വോട്ട് രേഖപ്പെടുത്തിയില്ല. ഇരട്ട വോട്ട് ആരോപണത്തിലാണ് അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പോയത്. അവിടെ VK ശ്രീകണ്ഠൻ MP അടക്കമുള്ളവർ ഇരട്ട വോട്ട് ഉള്ള അല്ലെങ്കിൽ 2 കാർഡുള്ള BJP ജില്ലാ അധ്യക്ഷൻ വന്നാൽ അതിനെ ചലഞ്ച് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ MK തൊട്ടടുത്താണ് പാർട്ടി ഓഫീസ്. MK ഹരിദാസ് അങ്ങോട്ടേക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തും. കാരണം വോട്ട് രേഖപ്പെടുത്താനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ഇരട്ട വോട്ടുള്ളവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അഫിഡവിറ്റ് കൊടുത്ത് വോട്ട് രേഖപ്പെടുത്താനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഏറ്റവും അവസാന നിമിഷം അങ്ങോട്ടേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ BJP പ്രവർത്തകർക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ നടന്നില്ല. BJP ജില്ലാ അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. അതിനുള്ള കാരണം പറയുകയായിരുന്നു MK ഹരിദാസ്. വിജയകുമാർ ചന്ദ്രൻ. വിജയകുമാർ ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പാർട്ടി, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മത്സരിക്കുന്ന പാർട്ടിയോട് ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് പാർട്ടിക്ക് ജാള്യത ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം എന്താണെങ്കിലും വിജയകുമാർ. അതാണ് ഹാഷ്മി, അത് തന്നെയാണ്. ആ ചോദ്യമാണ് നമ്മൾ അവസാനം ചോദിച്ചത്. കാരണം ഇത്രയും കടുകട്ടി രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. ആ വോട്ട് ജില്ലാ പ്രസിഡന്റ് ചെയ്തില്ല. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വിവാദവും വോട്ടും തൂക്കി നോക്കുമ്പോൾ ആ വിവാദത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു വോട്ട് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം എടുത്തത്. വ്യക്തിപരമായ തീരുമാനമാണോ സംഘടനാ തീരുമാനമാണോ എന്ന ചോദ്യത്തിന് വിവാദം ഒഴിവാക്കാനുള്ള എല്ലാവരുടെയും കൂട്ടായ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്ന അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നതിന് അവിടെ തടസ്സമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വന്ന് വോട്ട് ചെയ്യാമായിരുന്നു. അഫിഡവിറ്റ് കൊടുക്കുക എന്നത് മാത്രമാണ്. ഇനി അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അത് ആ ഘട്ടത്തിലാണ് അത് പരിശോധിക്കുന്നത്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. നേരത്തെ അദ്ദേഹത്തിന് വോട്ടുള്ള മണ്ഡലത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വാലിഡ് വോട്ടായി കണക്കാക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിലെ വോട്ട് നിലനിർത്താം, കാര്യമായ നിയമപ്രശ്നമില്ലെങ്കിൽ. അതാണ് അതിന്റെ യുക്തിയും അതിന്റെ വസ്തുതയും അതാണ്. പക്ഷേ അങ്ങനെ ഇരിക്കെ അവിടെ VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്
ശ്രീകണ്ഠൻ എം പിക്കോ ഫിസിക്കലി കായികമായി തടയാൻ പറ്റുമോ? അവിടെ പോലീസ് സംവിധാനമുണ്ട്. ആ സമയത്ത് ആ ബൂത്തിൽ ഒരു കുഞ്ഞു പോലും ഇല്ല. വോട്ട് ചെയ്യാൻ സുഖമായിട്ട് ഒന്ന് വോട്ട് ചെയ്യാം. അത് ചലഞ്ച് ഇപ്പോൾ അവിടെ നിൽക്കുന്ന അകത്ത് നിൽക്കുന്ന ബൂത്ത് ഏജന്റോ അല്ലെങ്കിൽ എം പിയോ അതിന് നിയമപരമായി ചലഞ്ച് ചെയ്യുന്നതല്ലാതെ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകാനുള്ള പ്രശ്നങ്ങൾ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. വിജയം എന്നിട്ടും പാർട്ടി ഓഫീസിൽ അടുത്തുണ്ടായിട്ടും വോട്ട് ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനം അത് രാഷ്ട്രീയമായി വരും ദിവസങ്ങളിൽ ചോദ്യചിഹ്നമാവില്ലേ ബി ജെ പിക്ക് നേരെ? വിജയകുമാർ, അതാണ് ഹാഷ്മി അവിടെ അദ്ദേഹത്തെ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത്, ഞങ്ങൾ ഈ ജില്ലാ പ്രസിഡന്റിനെ തടയാനല്ല വന്നത്, ഞങ്ങൾ ഉന്നയിക്കുന്ന നിയമപ്രശ്നങ്ങൾ ബൂത്തിനകത്തുള്ള UDFന്റെ കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റ് അത് പരിശോധിക്കും. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പോളിംഗ് ഏജന്റിന് പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ പുറത്ത് ഉണ്ട് എന്നത് മാത്രമാണ്, അതല്ലാതെ തടയലല്ല, നിയമപരമായി ചെയ്യാൻ കഴിയുന്നതേ ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പോൾ നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് മാത്രം ചെയ്യാനാണ് വി കെ ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ വന്നതെന്ന് അവർ തന്നെ പറയുന്നു. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സുൽത്താൻപേട്ട് ബൂത്തിൽ നിന്ന് ഇവിടേക്ക് വന്നത് ഏതാനും മിനിറ്റുകൾ, ഏതാനും 1, 2 അല്ലെങ്കിൽ 3, 4 മിനിറ്റ് കൊണ്ട് നടന്നെത്തിയതാണ്. നമ്മുടെ വാഹനമൊക്കെ അവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ. അത്രയും നടന്നെത്താവുന്ന ദൂരം അദ്ദേഹത്തിന് 2, 3 പ്രവർത്തകരോടൊപ്പം അവിടെ വന്ന് വോട്ട് ചെയ്യാമായിരുന്നു. അദ്ദേഹം അത് ഉപയോഗിച്ചില്ല എന്നത് എന്തുകൊണ്ടെന്നതിൽ എനിക്ക് തോന്നുന്നില്ല തൃപ്തികരമായ മറുപടി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു എന്നത്. നമ്മൾ ആവർത്തിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ വില അത്തരം വിഷയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ വിവാദം ഉണ്ടാക്കേണ്ട, നാടകങ്ങളിലേക്ക് പോകേണ്ടതില്ല, എന്നെ തടയാൻ ആർക്കും പറ്റില്ല, നിയമപരമായി എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയും, അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്, വോട്ടേഴ്സ് ലിസ്റ്റിലെ അഡ്രസ്സ് ഈ പാർട്ടി ഓഫീസാണ്. നമ്മൾ നിൽക്കുന്ന BJPയുടെ പാലക്കാട്ടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മേൽവിലാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വാലിഡായ വോട്ട് എന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞത്, പഴയ അദ്ദേഹത്തിൻ്റെ വോട്ട് അവിടെ അത് റിമൂവ് ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുക്കും. ഇപ്പോഴത്തെ വാലിഡായ വോട്ട് അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മേൽവിലാസത്തിലുള്ള വോട്ടാണ്. അത് പാലക്കാട്ടാണ്. അദ്ദേഹം അത് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് നേരത്തെ സ്ഥാനാർത്ഥി തന്നെ വിശദീകരിക്കുകയും ചെയ്തതാണ്. അതാണ് നമ്മൾ ഇന്ന് പകലൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്തത്. രാവിലെ മുതൽ തന്നെ ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നത് മാധ്യമപ്രവർത്തകരാകെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം അവിടെ എത്തും എന്നതാണ് പൊതുവെ നമ്മളെല്ലാവരും കരുതിയത്. BJP നേതാക്കളൊക്കെ പറഞ്ഞതും അതുതന്നെയാണ്. അപ്പോൾ ഏതാണ്ട് 6 മണിയാകാൻ മിനിറ്റുകൾ മാത്രം നിൽക്കെയാണ് ഈ ഡ്രാമ എന്ന മട്ടില്ല നാടകീയമായ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ എത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് മാറ്റുന്നു, BJP പ്രവർത്തകരെ മാറ്റുന്നു. അപ്പോൾ നമ്മൾ കരുതിയത് BJP ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന് തന്നെയാണ്. പക്ഷേ കൃത്യം 6 മണിക്ക് ഗേറ്റ് അടച്ചു. അതോടുകൂടി ആ ചോദ്യം അപ്രസക്തമായി. അതിന് അദ്ദേഹം ഇപ്പോൾ നൽകിയ വിശദീകരണമാണത്. ശരി, ഉറപ്പായും അതൊരു കളങ്കമാണ്. ഇനി എന്ത് ന്യായം പറഞ്ഞാലും ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ പാലക്കാട് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നിൻ്റെ ജില്ലാ നേതാവ്, ജില്ലാ അധ്യക്ഷൻ, അതിനെ നയിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ട് ക്രമീകരണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ആൾ, അയാൾ തന്നെ വോട്ട് ചെയ്തില്ല. അതിന് എന്ത് കാരണം കൊണ്ടാണെങ്കിലും വോട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കെ വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് അത് ഉറപ്പായും അത് രാഷ്ട്രീയ വിശദീകരണം കുറച്ചുകൂടി അത് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അങ്ങോട്ടേക്ക് വന്നില്ല എന്നൊരു കേവല ന്യായം കൊണ്ട് പൂരിപ്പിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല അത് എന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൽ MK ഹരിദാസിന് ചില കാര്യങ്ങൾ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തൽ ഒക്കെ എന്തോ നടത്താനുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു വേറൊരിടത്ത്. അപ്പോൾ എന്താണ് അത്, ആ വെളിപ്പെടുത്തൽ എന്താണ്, എങ്ങനെയാണ് ഇരട്ട വോട്ട് ഉണ്ടായത്, എങ്ങനെയാണ് 2 കാർഡ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. പക്ഷേ BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ വോട്ട് ചെയ്തില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു നാണക്കേടായി നിൽക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട.